ആലപ്പുഴയിലെ കയർ മേഖലയിൽ 7 വർഷത്തിനിടെ 1455 കോടി രൂപ ചെലവഴിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനു മുൻപുള്ള 5 വർഷം 599 കോടി രൂപ മാത്രമാണ് നൽകിയത്. LDF സർക്കാർ വന്നതിനു ശേഷം കയർ ഉൽപ്പാദനം വർദ്ധിച്ചെന്നും നവകേരള സദസ്സിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് കയർ മേഖലക്കായി കഴിഞ്ഞ 7 വർഷം കൊണ്ട് ആകെ 1455 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഈ 7 വർഷത്തെ കണക്ക് പറയുമ്പോൾ അതിന് മുൻപുള്ള 5 വർഷത്തെ കാര്യം കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. അന്ന് ആ 5 വർഷക്കാലയളവ് എടുത്താൽ 599 കോടി രൂപയായിരുന്നു. 2016 മുതൽ 21 വരെയുള്ള 5 വർഷക്കാലം കയർ ഉൽപ്പാദനം 77,218 ടണ്ണായി വർദ്ധിപ്പിക്കാൻ കഴിയും. അതായത് 36,000-ൽ നിന്ന് 77,000-ലേക്കുള്ള വർധനവുണ്ടായി. ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഇന്നിപ്പോൾ എവിടെയൊക്കെയാണ് നവകേരള സദസ്സിന്റെ പര്യടനം? അതുപോലെ മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വേണു, ആലപ്പുഴ ജില്ലയിലാണ് ഇന്ന് നവകേരള സദസ്സിന്റെ പര്യടനം നടക്കുക. ആലപ്പുഴ ജില്ലയിൽ സ്വാഭാവികമായും മന്ത്രിസംഘം എത്തുമ്പോൾ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നൊരു പ്രതീക്ഷ ജനങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അത് കുട്ടനാട്ടെ കാർഷിക പ്രതിസന്ധി മുതൽ തോട്ടപ്പള്ളി വരെയുള്ള പല വിഷയങ്ങൾ ആലപ്പുഴയിൽ സജീവ ചർച്ചയാവുകയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്. പിന്നെ അത് മാത്രമല്ല, പല തൊഴിൽ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ആലപ്പുഴയിൽ നവകേരള സദസ്സിൽ ചർച്ചയാകും. ഇന്ന് ഈ ആലപ്പുഴയിലെ കയർ മേഖലയെ കുറിച്ചാണ് മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനമായും എടുത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 7 വർഷം LDF സർക്കാർ കയർ മേഖലയ്ക്ക് അനുവദിച്ച തുകയും അതേപോലെ തന്നെ അതിനു മുൻപുള്ള സർക്കാർ അനുവദിച്ച തുകയും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ തന്നെ നിലവിൽ ഇപ്പോൾ LDF സർക്കാർ കയർ മേഖലയെ സഹായിക്കാനുള്ള നിലപാട് വ്യക്തമാകും എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും ആലപ്പുഴയുടെ വിഷയം എടുത്തത്. അതേസമയം കുട്ടനാട്ടിലെ പ്രതിസന്ധി, അതേപോലെ തന്നെ ഈ നെല്ല് സംഭരണം അടക്കമുള്ള വിഷയങ്ങളിലും സർക്കാർ നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. കർഷകരെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. രാവിലെ ആലപ്പുഴയിൽ നടന്ന യോഗത്തിന് ശേഷം ഇപ്പോൾ പൊതുയോഗം നടക്കുന്നത് ആലപ്പുഴ ടൗണിൽ തന്നെയാണ്. അതിനുശേഷം അമ്പലപ്പുഴയിലേക്കും പിന്നീട് കുട്ടനാട്ടിലേക്കും. ഈ തോട്ടപ്പള്ളി ഖനന വിവാദത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? വേണു, കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ MLA വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇതിനാണ് മുഖ്യമന്ത്രി പ്രധാനമായും മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് തോട്ടപ്പള്ളിയിൽ ചെയ്തിട്ടുള്ളത്. മാത്യു കുഴൽനാടൻ എന്തൊക്കെയോ ജൽപ്പനങ്ങൾ പറയുകയാണ്. അതേസമയം നാടിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയാണ് തോട്ടപ്പള്ളിയിൽ ഖനനം നടത്തുന്നത്. അതിനെതിരായി സമരം എത്ര ദിവസം നീണ്ടാലും പ്രശ്നമില്ല, അത് വികസനം അടക്കമുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ഈ തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അവിടെ ഈ വെള്ളമൊഴുക്കുന്നതുമായി ബന്ധപ്പെട്ട കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലും ലോവർ കുട്ടനാട്ടിലും അടക്കം ഉണ്ടാകുന്ന പ്രളയഭീതി അടക്കമുള്ള പ്രശ്നങ്ങളിൽ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും ആശങ്കകൾക്ക് വകയില്ല എന്നും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വേണു, ശരി. ഷഫീദ് റാവുത്തറാണ് വിവിധ വിഷയങ്ങളിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.